ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പവിത്രം സീസൺ 2 ഇന്നത്തെ ഫുൾ വിശേഷം ഒന്ന് കേട്ട് നോക്കിയാലോ. നമ്മുടെ വേദയുടെയും വിക്രമിന്റെയും ഗൗരിമോളുടെയും പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാം അല്ലെ. അങ്ങനെ നമ്മുടെ വേദയും വിക്രമും, ഞാൻ അപ്കമിങ് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേദയും വിക്രമും തമ്മിൽ ഉള്ള വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മുഖാമുഖം, ഒരു കൂടിക്കാഴ്ച വരാനായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തങ്ങ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സൂപ്പർ ആയിരുന്നു. അപ്പം ഇന്നത്തെ പ്രൊമോയിൽ ഫസ്റ്റ് ഓഫ് ഓൾ കാണിക്കുന്നതന്നെ നമ്മുടെ ദേവരാജനുമായിട്ടുള്ള ഒരു മീറ്റിംഗ് വേദയും തരുണും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതില് വേദ വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് ദേവരാജനെ ഇറങ്ങിപ്പോരുന്നത്. അത് സപ്പോർട്ട് ചെയ്ത് തന്നെ തരുണും. അവർക്ക് അതിൽ അവരുടെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. അപ്പൊ വീട്ടിലെത്തിക്കഴിഞ്ഞ് മോളുമായിട്ടൊക്കെ നമ്മുടെ വേദ കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട്, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പങ്കിടുകയാണ്. ആ സമയത്ത് നമ്മുടെ തരുൺ വരുന്നുണ്ട്. തരുണും അതോടൊപ്പം തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യാണ്. ഈ സമയത്ത് നമ്മുടെ വേദ അമ്മയുമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അതായത് മോളുടെ കാര്യത്തില് ഒരു എന്ന് വെച്ചാൽ അവളുടെ സ്വന്തം അച്ഛനെ മാറ്റി നിർത്തിക്കൊണ്ട് എത്ര നാൾ അമ്മ ഇങ്ങനെ നിൽക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങള് വേദ പതുക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വിക്രമിനെയും മാഷിനെയും കാണിക്കുകയാണ്. അതായത് നമ്മുടെ വിശ്വത്തിന്റെയും ശ്രീജയുടെ മകളുണ്ടല്ലോ അപ്പു പെട്ടെന്ന് നമ്മുടെ വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കോളേജിലൊക്കെ പോയിട്ട് എൻട്രൻസ് എഴുതാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് നമ്മുടെ അപ്പു. അങ്ങനെ ആ മോള് നമ്മുടെ വിക്രമിനെ കണ്ടതും ചെറിയച്ചാന്ന് പറഞ്ഞ് ഓടി വരെയാണ്. പഠിക്കാനൊക്കെ മിടുക്കിയാണ്. അതുപോലെ തന്നെ എല്ലാം കൊണ്ട് സംസാരത്തിലും അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ നിലപാട് വിട്ട് അവൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. നല്ല സ്മാർട്ട് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ വിക്രം കണ്ട പാടെ തന്നെ പറഞ്ഞു, അവള് വലിയ കുട്ടിയായല്ലോ ശ്രീജേട്ടത്തി എന്നൊക്കെ പറഞ്ഞു. ആളെ അങ്ങ് മാറിപ്പോയി. കുഞ്ഞായിരുന്നപ്പോ വിക്രം കണ്ടേക്കണല്ലേ. അപ്പൊ ഇപ്പൊ ഒരു 5-6 വർഷത്തെ ആ ഒരു ഇതും കൂടെ ആയപ്പോ ആളാകെ മാറിപ്പോയി. അങ്ങനെ വിക്രമും മാഷും ഒക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ വിക്രത്തിനോട് നമ്മുടെ മാഷ് പറയുന്നുണ്ട്, നമ്മുടെ ശ്രീജയും വിശ്വവും അവരുടേതായ ആ ഒരു ചെറിയ കമ്പനി വെച്ചിട്ടാണെങ്കിലും രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാനായിട്ട് അവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ നമ്മുടെ വിക്രം ചോദിക്കുന്ന, അച്ഛൻ ഞാനും കൂടെ ഇവിടെ നിന്ന് കഴിയുമ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടായി വരുമോ? അപ്പം നമ്മുടെ മാഷ് പറയുന്നുണ്ട്, ബുദ്ധിമുട്ടാകരുത്. അതായത് എന്തെങ്കിലും ജോലിയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം എന്ന് പറയണ്. മാഷ് എന്നിട്ടും പറഞ്ഞു, വിശ്വത്തിന്റെ ഈ കേസ് മാഷിന് എല്ലാ മാസവും പെൻഷൻ ഉണ്ട്, നീ അതിൽ നിന്ന് വേണ്ട പൈസ എന്തെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞാലും വിശ്വ അതിൽ നിന്ന് എടുക്കാനേ നിൽക്കില്ല. അത് ബാങ്കിൽ തന്നെ കിടന്നോട്ടച്ച എന്നിങ്ങനെ പറയത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ രണ്ട് സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഗൗരിക്കുട്ടി നമ്മുടെ തരുണിനെ കൊണ്ട് മാളില് പോണം എന്നുള്ളൊരു കാര്യം സമ്മതിപ്പിച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ തരുണിന്റെ അമ്മ പറഞ്ഞു, എന്തായാലും ഞാനില്ല, നിങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് വാ മോളെ എന്ന് പറഞ്ഞപ്പോ ഗൗരിക്കുട്ടി സമ്മതിക്കോ? ഇല്ല. അങ്ങനെ ഗൗരി തരുണിനെയും അതുപോലെ നമ്മുടെ വേദിയും അതുപോലെ മുത്തശ്ശിയൊക്കെ കൂട്ടി ഒരുമിച്ച് അവർ മാളിൽ പോവാണ്. അപ്പൊ കുറെ റൈഡിലും കാര്യങ്ങളിലൊക്കെ ഗൗരി കയറി. അപ്പം തരുൺ ചോദിക്കുന്നുണ്ട്, നമുക്ക് എല്ലാം ഇഷ്ടമായോന്ന് ചോദിച്ചു. എല്ലാം സൂപ്പർ ആച്ചാന്നൊക്കെ പറഞ്ഞ് ഗൗരി ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ തരുൺ ഓടിക്കുന്ന കാറിനെ ഫോളോ ചെയ്ത് 2 വണ്ടി വരെ, ഈ പിക്കപ്പ് പോലത്തെ 2 വണ്ടി വരെയാണ്. അപ്പൊ തരുൺ അത് കണ്ടിട്ടുണ്ടായിരുന്നു. സൈഡ് കൊടുത്തിട്ടും കയറി പോകുന്നില്ല. അപ്പം എന്തോ പന്തികയുടെ തരുണിനെ മണത്തു. അപ്പൊ തരുണിന് മനസ്സിലായി, ഇത് വേറെ ആരുമല്ല, ദേവരാജന്റെ എന്തോ ഒരു പൊടിക്കൈ വിദ്യയാണ് ഇതെന്നുള്ള. കാരണം ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണെന്ന്. അങ്ങനെ നമ്മുടെ തരുണിന്റെ വണ്ടിയോട് കൊണ്ട് കയറ്റി നിർത്തി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോ വേറെ ആർക്കും കുഴപ്പമൊന്നും പറ്റിയില്ല. പക്ഷെ നമ്മുടെ ഗൗരിക്കുട്ടിയുടെ നെറ്റി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇതായിരുന്നു. അപ്പൊ ആ ഒരു ഷോക്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് തരുൺ അവരെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് ഈ ദേവരാജിനെ കാണാനായിട്ട് ദേവരാജിന്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. ദേവരാജിനും ഭാര്യയും ഒരു ഏകദേശം ഗൗരിയുടെക്കാട്ടിലും കുറച്ചും കൂടെ മുതിർന്ന ഒരു കുട്ടിയാണ്, മോളാണ്. അപ്പം അവരെ കാണാനായിട്ട് ചെല്ലുകയാണ്. വെല്ലുവിളിക്കാൻ തന്നെ പോയത് തന്നെയാണ് തരുൺ. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ലുക്കിഡിലിട് പൊടിക്കൈകളൊന്നും ഈ തരുൺ ദവാങ്കിന്റെ മുന്നിൽ കാണിക്കണ്ട എന്ന് പറയാനായിട്ട് തന്നെ നമ്മുടെ തരുൺ അയാളുടെ മുന്നിൽ ചെല്ലുകയാണ്. അപ്പൊ ആ രാത്രിയിൽ ചെല്ലുകയാണ്. ആ ചെല്ലുന്ന സമയത്ത് മോളെയും ഭാര്യനെയൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് അവരോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവരാജ് ഒന്ന് പകയ്ക്കുന്നുണ്ട്, ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ രാത്രിയാണല്ലോ, ഗുണ്ടകളെ സപ്പോർട്ടിന് ആരുമില്ല. അപ്പോ തോക്കും ഒക്കെ ആയിട്ടാണ് നമ്മുടെ തരുൺ വന്നേക്കുന്നത്. അതൊക്കെ കാണുന്നുണ്ട് സീനിൽ. അപ്പോ ദേവരാജ് ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ തരുൺ പറയുന്നുണ്ട്, അതെ, ഡൽഹിയിൽ വല്ല പിടിപാടുണ്ടെങ്കിൽ ഈ തരുൺ ദവാങ് ആരാണ് എന്നുള്ളത് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ തമ്മിൽ വല്ല പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ തമ്മിൽ തീർക്കുക. വെറുതെ കുഞ്ഞു കൊച്ചുങ്ങളെ കൂടെ കാണിക്കുന്ന ശീലം എനിക്കില്ല, അത് എന്നെ കൊണ്ട് ചെയ്യിക്കരുത് എന്നൊക്കെ തരുൺ ദേവരാജനോടും ഭാര്യയെയും ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരെയാണ്. ഈ സമയത്ത് നമ്മുടെ മാഷും വിക്രമും കൂടെ രാത്രിയായി. അപ്പൊ കിടക്കണം. അപ്പൊ ആ റൂമില് വിശ്വത്തിന്റെ ആ വാടാക്കി കിടക്കുന്ന വീട്ടിൽ ആ റൂമിലാണ് നമ്മുടെ അപ്പുകുട്ടി കിടന്നുകൊണ്ടിരുന്നത്. അപ്പം മുത്തശ്ശന് വയ്യാത്തത് കൊണ്ട് മോള് ഹാളിലാണ്, അവള് പ്രത്യേക ഒരു ഇതൊക്കെ ഇട്ട് സെറ്റായി കിടക്കണം. പഠിത്തവും കാര്യങ്ങളൊക്കെ ഹാളിൽ തന്നെയാണ്. അപ്പൊ വിക്രമും മാഷും കൂടെ ആ റൂമിൽ കിടക്കുന്ന സമയത്ത് വിക്രം പെട്ടെന്ന് കമലയുടെ മരണത്തിന് ശേഷം വിക്രമിന്റെ മനസ്സിൽ എപ്പോഴും ഒരു കുട്ടിയുടെ ഒരു രൂപമൊക്കെ ഇങ്ങനെ വരെയും, കുട്ടി കരയുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ കരഞ്ഞുള്ള ഒരു സീനില് നമ്മുടെ വിക്രം പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ടിട്ട് എഴുന്നേൽക്കുന്ന ഒരു രംഗാണ് കാണിക്കുന്നത്. അപ്പൊ മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നീ എന്താ പെട്ടെന്ന് ഞെട്ടിത്തെറിക്കണേ, എന്താ സ്വപ്നം വല്ലതും കണ്ടോ? അതെ അച്ഛാ, ഞാൻ ഈ ഇടയായിട്ട് ഒരു കുട്ടിയുടെ ഒരു സ്വപ്നം കാണാറുണ്ട്. ഒരു കുഞ്ഞു കുട്ടി അത് ഇങ്ങനെ മനസ്സിൽ കിടന്ന് വളർന്ന് വളർന്ന് വലിയ കുട്ടിയുടെ രൂപത്തിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും ഇങ്ങനെ എന്റെ ഇതിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ മാഷ് വിക്രത്തെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലില് നമ്മുടെ ഗൗരിക്കുട്ടിയാണെങ്കിൽ അമ്മ അടുത്തുണ്ടെങ്കിലും അച്ഛനെ കാണണം, എനിക്ക് അച്ഛനെ കാണണമെന്നും പറഞ്ഞ് ഒരേ കരച്ചിലാണ്. അങ്ങനെ തരുണിന്റെ അമ്മ തരുണിനെ കോൾ ചെയ്തെങ്കിലും കോള് പോകുന്നില്ല. അങ്ങനെ തരുൺ നമ്മുടെ ദേവരാജിനെ കണ്ടിട്ട് തിരിച്ച് നേരെ ഹോസ്പിറ്റലിൽ വന്നിട്ട് മോളുമായിട്ടൊക്കെ കുറെ നേരം കരച്ചിലൊക്കെ മാറ്റി മിഠായി ഒക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീട്ടിൽ വരെയാണ് അവര് ടാക്സി പിടിച്ച് വരെയാണ്. അവരെ കാറിന് എന്തോ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് വർക്ക്ഷോപ്പിൽ മാറ്റിയിട്ട് ഇത് വരെയാണ്. ആ സമയത്ത് നമ്മുടെ വേദയുടെ കയ്യിൽ മോള് ഇരുന്നപ്പോ നമ്മുടെ തരുൺ വേദയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മേടിച്ച് ഇന്ന് എന്റെ കൂടെ മോള് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മോളെയും കൊണ്ട് നമ്മുടെ തരുണിന്റെ റൂമിലോട്ട് പോവുകയാണ്. അപ്പൊ അമ്മ പറഞ്ഞു, ഇന്നൊരു ദിവസത്തേക്കല്ലേ മോളെ, സാരയില്ല എന്ന് പറഞ്ഞു. അതായത് വേദയുടെ ഉള്ളില് ഒരു ഇത് വരുന്നുണ്ട്. അതായത് തന്റെ കുഞ്ഞിന് തനിക്ക് ഒരു ഫ്രീഡോ അല്ലെങ്കിൽ തനിക്ക് ഒരു കാര്യം ചെയ്യാനോ അങ്ങനത്തെ ഒരു ഇതും കിട്ടുന്നില്ല. കാരണം ഈ തരുണിന്റെ മാത്രം കുട്ടിയാണ് എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്. അപ്പൊ അത് വേദയ്ക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ഒറ്റയടിക്ക് തരുണിന്റെ അടുത്ത് ഈ കുഞ്ഞ് തന്റെ അല്ല, എന്റെയും വിക്രമിന്റെയും കുഞ്ഞാണ് എന്ന് തരുണിന്റെ അടുത്ത് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. കാരണം മോളുടെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ നോക്കണമല്ലോ. പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ അത് മോക്കും അക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെ വേദ ആ രാത്രിയിൽ പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് വേദ പിറ്റേ ദിവസം നേരെ നമ്മുടെ ജയിലിലോട്ട് പോവുകയാണ്. അതായത് നമ്മുടെ വിക്രമിനെ കാണാനായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ശങ്കരനാരായണൻ നമ്മുടെ വേദയെ വിളിക്കുന്നുണ്ട്. വേദയെ വിളിച്ചിട്ട്, ഹലോ മോളെ, അച്ഛനാണ്. അതെ, വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അവനെ റിലീസ് ചെയ്തു, അവന്റെ കേസ് നമ്മൾ എന്തായാലും ജയിക്കും മോളെ, നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് ഒരുമിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഈ ശങ്കരനാരായണൻ ഇങ്ങനെ വേദയുടെ ഫോണിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ടൈമിൽ വേദയുടെ ഫോണ് നമ്മുടെ തരുണിന്റെ അമ്മയുടെ കയ്യിലായിരുന്നു കേട്ടോ. അപ്പൊ എന്താ മോളെ ഒന്നും മിണ്ടാത്തേന്ന് അവിടെ നിന്ന് ശങ്കരനാരായണൻ ചോദിക്കുമ്പോഴാണ് തരുണിന്റെ അമ്മ പറയുന്നത്, അതെ ഞാൻ വേദയല്ല, ഞാൻ ഇന്നപോലെ വേദ കല്യാണം കഴിഞ്ഞ് വേദയ്ക്ക് ഒരു കുട്ടിയുണ്ട്, ഒരു മോളുണ്ട്. അപ്പോ അവര് മോളിപ്പോ ഒരു സബ് കളക്ടർ ആയിട്ടാണ്, അവളുടെ ഹസ്ബൻഡ് ഒരു ഡിവൈഎസ്പി ആയിട്ട് ഇവിടെ സ്റ്റേഷനിൽ കാര്യങ്ങളൊക്കെ പറയാണ്. ഇനി വേദയെ പഴയ ആ ഒരു ജീവിതത്തിലോട്ട് നിങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒന്നും ചെയ്യരുത്. കാരണം അവളെ ഈ ഒരു പൊസിഷനിൽ, ഈ ഒരു നിലയിൽ എത്തിച്ചതിൽ എന്റെ മകൻ തരുണും അതിൻ്റെതായ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവളുടെ ജീവിതം ഇനി സ്പോയിൽ ചെയ്ത് നിങ്ങൾ കളയരുത്. ഇനി വിളിക്കാതിരിക്കാവോ, അവള് നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ പറയണ്. ശങ്കരനാരായണൻ അത് ഭയങ്കര ഒരു ഷോക്കായി പോവാണ്. കാരണം ഒരിക്കലും വേദ വിളിക്കാറുണ്ട്, പക്ഷെ അതൊന്നും നമ്മുടെ തരുണിന്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ. തരുണിന്റെ അമ്മയുടെ മനസ്സില് ഇനി വേദ ഇവിടെ നിന്ന് പോകരുത്, അതായത് എന്നും ഈ വീട്ടിലുണ്ടാകണം, നമ്മുടെ ഗൗരിക്കുട്ടിയുടെ അമ്മയായിട്ടും അതുപോലെ തരുണിന്റെ ഭാര്യയായിട്ടും എന്നും ഉണ്ടാകണം എന്നുള്ളൊരു രീതി നമ്മുടെ തരുണിന്റെ അമ്മയുടെ മനസ്സിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ വേദയുടെ കുഞ്ഞിന്റെ അച്ഛനെയും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഒക്കെ വേദ ആലോചിക്കും പോലെ തരുണിന്റെ അമ്മ ഒരു അമ്മയാണ്. അപ്പൊ തന്റെ മകൻ ഇനിയിപ്പോ ഈ മകളെ ആ തരുണിന്റെ അടുത്ത് നിന്നും പറിച്ചു കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു സെൽഫിഷ്നെസ് വരാൻ കാരണം. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ പോവാണ്. ഈ സമയത്ത് നമ്മുടെ വിക്രം ജസ്റ്റ് ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് റോഡ് ചെക്കിങ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സാബുവിന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് പോലീസുകാരാണ് വണ്ടി ചെക്ക് ചെയ്യും, ഹെൽമെറ്റ് ഇല്ലാത്തവരെയും ബുക്കും പേപ്പറും ഇല്ലാത്തവരൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം വരുന്നുണ്ട്. അപ്പൊ വിക്രം ബുക്കും പേപ്പറും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്, ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മുടെ സാബു കാണാണ്, ആഹാ ഇത് ആരാണ്, തേടിയ വള്ളി കാലി ചുറ്റി. സാബുവും വിക്രമും തമ്മിലുള്ള
ഭാഗ്യം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. വർഷങ്ങള് നമ്മുടെ സാബു ഒരേ കിടപ്പ് കിടന്നതാണ്. കാരണം വിക്രമിന്റെ കൈ സാബുവിന്റെ ശരീരത്ത് ഓടിക്കേറിയിട്ട്. കാരണം അത്രയും കന്നന്തിരി പ്രവർത്തികളാണ് സാബുവിന്റെ ഭാഗത്ത് നിന്നും വിക്രം നേരിടേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ സാബു അതൊന്നും മറക്കില്ല. അങ്ങനെ സാബു വിക്രമിന്റെ അടുത്തോട്ട് ആ ചെക്കിംഗ് ടൈമിൽ വരെയാണ്. എന്താടാ, എന്താ മയക്കുമരുന്നാണോ MDM ആണോ, എന്താ കൊണ്ടുപോണത്? സാർ ഞാൻ ഒന്നുമല്ല, ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകാനായിട്ട്. നിന്റെ അത്യാവശ്യം എടാ, നീ ജയിലിൽ കിടന്ന് അങ്ങ് തിന്ന് കൊഴുക്കുമെന്ന് കരുതിയോ? നിന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളും ഇരുന്നത്. ഇറങ്ങിയത് എന്തായാലും നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തെ കുറെ വെല്ലുവിളിക്കാനായിട്ട്. എന്നിട്ട് വിക്രത്തിന്റെ ഡ്രസ്സ് ഷർട്ട് അഴിപ്പിക്കുന്നുണ്ട്, ബാഗിലെ സാധനങ്ങളൊക്കെ കുടഞ്ഞിടുന്നു. അപ്പൊ ആൾക്കാരൊക്കെ നോക്കാണ്. അപ്പം ഈ നമ്മുടെ സാബു പറയുന്നുണ്ട്, എവൻ പണ്ട് എവന്റെ അച്ഛന്റെ ബാഗില് മയക്കുമരുന്ന് വെച്ച് എവനെ പോലീസ് പിടിച്ച് ജയിലിൽ കിടന്നവനാണ്. അതുകൊണ്ട് എവനെ കണ്ടു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാതെ ഞങ്ങളെ പോലെയുള്ള പോലീസുകാർക്ക് വിടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പം വിക്രത്തിന് ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. പക്ഷെ വിക്രം പ്രതികരിക്കാനായിട്ട് നിൽക്കുന്നില്ല. സാർ പ്ലീസ് എന്നെ വെറുതെ വിട് സാർ എന്ന് പറയുന്നു. നിന്റെ സൗമ്യത, അതെ നീ വലിയ ഓവറായിട്ട് പാവത്താനൊന്നും ആവേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് സാബു വിക്രത്തിനെ ഇൻസൾട്ട് ചെയ്തിട്ട് തന്നെ പൊക്കോടാ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വിടുന്നു കേട്ടോ. പക്ഷെ വിക്രം എല്ലാം ക്ഷമിച്ച് ആ ഒരു രീതിയിൽ നിൽക്കണം. അങ്ങനെ വേദ ട്രിവാൻഡ്രത്തേക്ക് പോകാനായിട്ട് തയ്യാറായി ഇറങ്ങുകയാണ്. അങ്ങനെ നേരെ നമ്മുടെ വിക്രം കിടന്ന ജയിലിലോട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന് അപ്പൊ ഒരു സബ് കളക്ടർ വന്നിട്ടുണ്ടെന്ന് SI അറിയിക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് നമ്മുടെ അവിടുത്തെ SI പുതിയ ആളാണ്, നമ്മുടെ ആൻഡ്രൂസ് പോയി പിന്നെ വന്നിക്കുന്ന ആളാണ് ഈ പുതിയ ആൾ. അപ്പം അയാളടുത്ത് വിക്രത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം വിക്രം ഇവിടുന്ന് റിലീസായി എന്നുള്ള കാര്യമൊക്കെ പറയാണ്. ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്ന് വെച്ചപ്പോ വേണ്ട, എനിക്കറിയാം, ഞാൻ തിരക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ മാഷും നമ്മുടെ വിക്രമും കൂടെ എന്തോ പലചരക്ക് കടയിലോ മറ്റോ ഒക്കെ ആയിട്ട് എന്തോ സാധനം മേടിക്കാൻ വന്നപ്പോ നമ്മുടെ ശ്രീകാന്ത് കുറെ ഗുണ്ടകളെയും കൊണ്ട് വരെയാണ് വിക്രത്തെ നേരിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര ഒരു അടി അവിടെ നടക്കണത് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വിക്രം കുറെ മാറി നിൽക്കാൻ നോക്കും, പക്ഷെ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. അപ്പം ആകെ നമ്മുടെ ശ്രീകാന്തിനെ എന്നെ തൂത്തുവാടി നമ്മുടെ വിക്രം നല്ല അടി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് പറഞ്ഞു, അവന്റെ ശവം പോലും ഇവിടെ വെക്കരുതെന്ന് പറഞ്ഞു ആ രീതിയിൽ അവനെ തീർത്തേരെന്ന് പറഞ്ഞിട്ട് ആ അടിയും കിട്ടി ശ്രീകാന്ത് വണ്ടി കയറി പോവേട്ടോ. ഈ സമയം കുറെ ഗുണ്ടകൾ ചേർന്ന് ഒരുമിച്ച് ആക്രമിക്കാൻ വരുന്നത്. അപ്പൊ മാഷി പിടിച്ചു മാറ്റുന്നതിന്റെ ഇടയിൽ നമ്മുടെ സുധാകരൻ മാഷിന്റെ മുഖത്ത് ഒരു അടിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. വിക്രമിന്റെ അത് ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ വിക്രം തിരിച്ച് നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുകയാണ്, അവരെയൊക്കെ ഓടിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ വേദ ആ ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയമാണ്. ആ വരുന്ന സമയം ഒരു ട്രാഫിക് ബ്ലോക്കിൽ ഇവർ അവിടെ കിടന്ന് ആ റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കിയാണ്. ആ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വേദ വിക്രമത്തിനെ വെറും ഒരു തെരുവ് ഗുണ്ടയെ പോലെ റോഡിൽ കിടന്ന് അടികൂടുന്ന ഒരു സീനാണ് നമ്മുടെ വേദ കാണുന്നത്. വേദ കണ്ട് അന്തളിക്കാണ്. അപ്പോഴേക്കും നമ്മുടെ സാബു ഇൻസ്പെക്ടറും അവര് വണ്ടിയായിട്ട് വരുന്നുണ്ട്. വന്നിട്ട് നമ്മുടെ വിക്രത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ. ഈ രംഗം കണ്ട് വേദയ്ക്ക് ആകെ ഷോക്കായി പോവാണ്. ഇത്രയും നാള് കാണാണ്ടിരുന്ന തന്റെ ഭർത്താവിനെ കണ്ട ഒരു രംഗം എന്ന് പറയുന്ന വേദയെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടായി പോയ ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ വിശ്വം വൈകിട്ടത്തോടു കൂടി തന്നെ നമ്മുടെ വിക്രത്തെ പുറത്തിറക്കുന്നുണ്ട്. അങ്ങനെ വിക്രം വീട്ടിലോട്ട് എത്തുന്നുണ്ട്. അപ്പൊ ശ്രീജയും മാഷും അപ്പോ ഒക്കെ നിൽക്കുകയാണ്. കാരണം വിക്രത്തിനെ വീണ്ടും, കാരണം ഇവരൊന്നും ജീവിക്കാൻ എങ്ങനെ നോക്കിയാലും സമ്മതിക്കില്ല. അപ്പൊ മാഷ് പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ എന്താടാ മോനെ ചെയ്യണത്, എവിടെ തിരിഞ്ഞാലും നിന്നെ ചെയ്യാത്ത തെറ്റിനാണെങ്കിലും നിന്നെ ആ ഒരു രീതിയിൽ പിടിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണോ എന്നൊക്കെ ഓർത്ത് മാഷ് സങ്കടപ്പെടേനെ. അപ്പോ നമ്മുടെ വിക്രം ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് വിശ്വത്തെയും കൊണ്ട് ആ വീട്ടിലോട്ട് അന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നത്. അതായത് മാഷും വിക്രമും ഇവിടെ നിന്ന് മാറുക എന്നുള്ളത്. കാരണം നമ്മുടെ അപ്പുവിന്റെ ഭാവി ഓർത്തിട്ട്, അപ്പു ഒരു പെൺകുട്ടിയായിട്ട് അവൾക്ക് പ്രായപൂർത്തിയായ ഒരു കുട്ടിയെ വരെയാണ്, അവൾക്ക് വേണ്ടുന്ന എല്ലാ സേഫ്റ്റിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. നമ്മൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം, വിക്രം ഉള്ളിടത്തോളം കാലം ഈ കുടുംബത്തിന് ഇനിയും അപകടങ്ങൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഒരു ദിവസം ഇതിന്റെ ഇടയിൽ സാബു നമ്മുടെ ശ്രീകാന്തും കൂടെ ചേർന്നിട്ട് ഒരു പ്ലാൻ ആയിട്ട് വീട്ടിൽ വന്നായിരുന്നു വിക്രം ജയിലിൽ നിന്ന് വന്നതിന് ശേഷം. അതായത് നമ്മുടെ ശ്രീജയുടെയും വിശ്വത്തിന്റെയും കമ്പനിയിൽ എന്തെങ്കിലും മയക്കുമരുന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അത് റെയ്ഡ് ചെയ്ത് പിടിക്കാനൊക്കെയുള്ള ഒരു നമ്പർ ആയിരുന്നു. പക്ഷെ അത് വിക്രം തടഞ്ഞ് പോലീസുകാരെ ചെക്ക് ചെയ്ത ശേഷമേ ഈ വണ്ടിയോ അല്ലെങ്കിൽ വീടോ ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവരെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നു, അത് വീട്ടിൽ കൊണ്ടോ വണ്ടിയിൽ കൊണ്ടോ അല്ലെങ്കിൽ ശ്രീജയുടെ ഒക്കെ കമ്പനി കൊണ്ട് വെക്കാനായിരുന്നു ഇവരുടെ പ്ലാന്. പക്ഷെ അത് ചീറ്റിപ്പോയി. അതിന്റെ പേരിലാണ് ഇങ്ങനെ ഗുണ്ടകളെ ഇറക്കി നമ്മുടെ വിക്രത്തെ ആക്രമിക്കാനായിട്ട് ഇവര് തീരുമാനിച്ചത് കേട്ടോ. അപ്പം മൊത്തത്തില് നമ്മുടെ വിക്രം
വിക്രം ഈ നാട്ടിൽ നിൽക്കാനായിട്ട് ഈ ശ്രീകാന്ത് അതിന് സമ്മതിക്കില്ല. കാരണം ആ രീതിയിൽ നമ്മുടെ വിക്രത്തെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. ആ രീതിയിൽ ഒരു തെറ്റ് ചെയ്യാണ്ട് എങ്ങനെ ജീവിക്കാൻ നോക്കിയിരുന്നാലും തെറ്റിലോട്ട് തന്നെ വിടുന്ന ഒരു രംഗമാണ് വരുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ വിക്രം എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് ഒരു വീട് വാടകയ്ക്ക് കിട്ടുമ്പോൾ മാറാനായിട്ടുള്ള ഒരു തീരുമാനം അവിടെ എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ വേദ തന്റെ അച്ഛനെ കോൾ ചെയ്യട്ടോ. നമ്മുടെ വിക്രത്തെ ജയിലിൽ ചെന്നിട്ട് കാണാൻ പറ്റാതെ വന്നപ്പോ അച്ഛനെ ഇടയ്ക്ക് കോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ശങ്കരനാരായണൻ കോൾ എടുക്കുമെങ്കിലും വേദയുടെ കോൾ പതുക്കെ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പൊ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തന്റെ അച്ഛൻ എന്താ സൗണ്ടിനൊക്കെ ഒരു മാറ്റം. ഇത്രയും ഇന്നാളൊക്കെ കഴിഞ്ഞ ദിവസം വരെയും വിളിച്ചിരുന്ന സമയത്ത് അച്ഛൻ നല്ല രീതിയിൽ തന്നെയാണ് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്ത് പറ്റി എന്നുള്ളത് അറിയില്ല. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ ഓർത്ത് വേദ സങ്കടപ്പെട്ട് വീട്ടിൽ വന്നിരുന്ന് കുറെ കരയാണ്. അപ്പൊ നമ്മുടെ തരുണിന്റെ അമ്മ ഒരുപാട് സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മോളെ സാരമില്ല, പോട്ടെ. കാരണം ആ ഒരു രീതിയിൽ ജീവിച്ചു വന്ന ഒരാളല്ലേ, ചിലപ്പോ അതുകൊണ്ട് അതുപോലെയുള്ള അടിപിടി പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉണ്ടാവുമ്പോൾ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ, ചിലപ്പം തടഞ്ഞു കാണും. മോള് സമാധാനപ്പെട്ടിരിക്കുക എന്നൊക്കെ നമ്മുടെ തരുണിന്റെ അമ്മ പറയുന്നുണ്ട്. എന്റെ തരുണിന്റെ അമ്മ ഒരു കാര്യം കൂടെ പറഞ്ഞു, പക്ഷെ അത് വേദയെ വല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടിപ്പിച്ചായിരുന്നു. അതായത് വേറൊന്നുമല്ല, ഗൗരിമോളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൗരിമോളുടെ അച്ഛൻ അവളുടെ കൺസെപ്റ്റില് ഒരു ഡിവൈഎസ്പി, ഒരു നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതേസമയം നമ്മുടെ വിക്രത്തെ മോള് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ എന്ത് പറയൂന്ന് ചോദിച്ചു. അതായത് വിക്രത്തിന്, അതായത് ഒരു വെറും ഗുണ്ടയായിട്ട് അടിയോടി നടക്കുന്ന ഒരു ആളുടെ മകളായിട്ട് നമ്മുടെ ഗൗരിമോൾ അറിയുന്നതാണോ മോക്ക് ഇഷ്ടം എന്നൊക്കെ ചോദിക്കുക. അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ കൂടുതലും തരുണിന്റെ അമ്മ തരുണിനെ നല്ല ഇതായിട്ട്, അതായത് ഗൗരിമോൾ എപ്പോഴും തരുണിന്റെ മകളായിട്ട് അറിയപ്പെടാനായിട്ടാണ് ഈ തരുണിന്റെ അമ്മയ്ക്ക് ഇപ്പൊ കൂടുതലും വരുന്നത്. അപ്പൊ വേദയ്ക്ക് അമ്മയുടെ ആ ഒരു മാറ്റം, സംസാരത്തിലുള്ള മാറ്റം വേദയ്ക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോ ഇതിന്റെ ഇടയിൽ നമ്മുടെ തരുൺ നമ്മുടെ ഗൗരിമോളുടെ ആ ഒരു സേഫ്റ്റി എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തരുണിന്റെ അച്ഛന്റെ നാട് തറവാട്ടിലോട്ട് അവര് താമസം മാറാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ തരുണിനും വേദയ്ക്കും വീക്കെൻഡിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ മകളും അമ്മയും ബാക്കി സർവന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു നാട്ടിൽ പുറത്ത്, അതായത് ഈ വലിയ ഗുണ്ടകളുടെയും മറ്റുമൊക്കെ ഇടയിൽ കിടന്ന് എന്റെ മോളുടെ ജീവന് ഒരു ബുദ്ധിമുട്ട് വരരുത്, അത് കണക്കിലെടുത്താണ് നമ്മുടെ പിന്നെ തരുൺ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെ അച്ഛന്റെ നാട്ടിലേക്ക് അവര് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ തരുണും വേദയും വീക്കെൻഡിൽ മാത്രമേ വരത്തുള്ളൂ. ഈ സമയത്ത് നമ്മുടെ തരുൺ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട്. മോളുടെ കാര്യത്തിൽ കുറച്ചും കൂടെ സേഫ്റ്റി വേണം. കാരണം പല രീതിക്കും പല ശത്രുക്കൾ, ഇപ്പം വേദയുടെ രീതിയിൽ നിന്നും കിട്ടും, എന്റെ രീതിയിൽ നിന്നും കിട്ടും. അതുകൊണ്ട് മോളുടെ ജീവിതത്തെ അത് ഇതില് സേഫ്റ്റി ആയിരിക്കണം എന്നുള്ള കാര്യം തരുൺ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ തരുൺ എന്ത് ചെയ്യുന്ന വെച്ചാല് അവിടെ നാട്ടില് ഒരു തരുണിന്റെ അച്ഛന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു, നമ്മുടെ ജയിൽ സൂപ്രണ്ട് ആയിരുന്ന ആൻഡ്രൂസ്. അങ്ങനെ തരുൺ ആൻഡ്രൂസിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് ചെല്ലാണ്. അപ്പം തരുണിന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ ആൻഡ്രൂസിന് ഭയങ്കര റെസ്പെക്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ തരുൺ ഒരു ആവശ്യമായിട്ട് നമ്മുടെ ആൻഡ്രൂസിനെ പേഴ്സണലി കാണാനായിട്ട് ചെന്നതാണ്. അപ്പം ആൻഡ്രൂസ് ചോദിക്കുന്നുണ്ട്, എന്താ സാർ ഇത്രയും ദൂരം എന്നെ കാണാനായിട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ തരുൺ പറയുന്നുണ്ട്, അതായത് എന്റെ വൈഫ് സബ് കളക്ടറാണ്, ഞാൻ ഡിവൈഎസ്പി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ എന്റെ മോളുടെ ഒരു മോളാണ് ഞങ്ങൾക്ക്. അപ്പൊ മോളെ സ്കൂളിൽ കൊണ്ടുപോകാനും വരാനും നല്ല ഒരു മോളെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള ഒരാളെ നമുക്ക് വേണമല്ലോ എന്ന് പറയുന്നത്. സാർ അത് ഏതെങ്കിലും ഈ നമ്മൾ ഇതിലെ പോലെയുള്ള ഈ ഓരോ ഇതുണ്ടല്ലോ, ഏജൻസികളുണ്ടല്ലോ, അവിടെ കോണ്ടാക്ട് ചെയ്താൽ പോരെ. അങ്ങനെ ഏജൻസി വഴി കിട്ടാനല്ല, ഏതെങ്കിലും റിട്ടയർഡ് ആയിട്ടുള്ള നല്ല വിശ്വസ്തനും നല്ല കാര്യപ്രാപ്തിയൊക്കെ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ പട്ടാളക്കാരിൽ റിട്ടയർഡ് ആയിട്ടുള്ളവരോ അങ്ങനെയുള്ളവരൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വളരെ ബെറ്റർ ആയിരുന്നു എന്നുള്ളത് തരുൺ ആൻഡ്രൂസിനോട് പറയണം. അങ്ങനെ ആൻഡ്രൂസിന്റെ അടുത്ത് ഒരാളെ ഒന്ന് റെഡിയാക്കി തരാനായിട്ട് പറയണം. അങ്ങനെ നമ്മുടെ തരുൺ പറഞ്ഞനുസരിച്ച് ആൻഡ്രൂസിന് പറ്റില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ആൻഡ്രൂസ് ഒരാളെ റെഡിയാക്കാം എന്നുള്ള വാക്ക് തരുണിന് കൊടുക്കുകയാണ്. അപ്പൊ മോളെ അത്രയും സേഫ് ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് തരുണിന്റെ, അതായത് എല്ലാം കൊണ്ടും ഒരു
അച്ഛൻ്റെതായിട്ടുള്ള കെയറിങ്ങും കാര്യങ്ങളും ആ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം. വീക്കെൻഡിൽ അതായത് ലീവും കാര്യങ്ങളൊക്കെ അയാൾക്ക് കൊടുക്കാം. ഇപ്പൊ വെള്ളിയാഴ്ച ഞങ്ങൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ശനിയും ഞായറും അയാൾക്ക് വീട്ടിൽ പോയിട്ട് തിങ്കളാഴ്ച വൈകിട്ട് മോള് സ്കൂളിൽ വിളിക്കാനായിട്ട് വരുന്ന സമയത്ത് പോയാൽ മതി. ആ ഒരു രീതിയിലാണ് ആളെ ആക്കാനായിട്ട്. അപ്പം ആൻഡ്രൂസ് ഓക്കെ പറഞ്ഞ് നമ്മുടെ തരുൺ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ഒരു ദിവസം നമ്മുടെ വേദ നമ്മുടെ തരുണിന്റെ അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ നാളെ മോളെയും കൊണ്ട് ഒരു സ്ഥലം വരെ പോവാണ്. അപ്പം തരുണിന്റെ അമ്മ ചോദിക്കുന്നത് എങ്ങോട്ടാ മോളെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കാരണം വേദയ്ക്ക് ഒരു ചെറിയൊരു ദേഷ്യവും സങ്കടവും പോലെയൊക്കെ തരുണിന്റെ അമ്മയോടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു അവരുടെ തരുണിനെ പ്രൊട്ടക്ട് അല്ലെങ്കിൽ വിക്രത്തെ അവോയ്ഡ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മുടെ തരുണിന്റെ അമ്മ കൂടുതലും സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം വേദയുടെ ഉള്ളിൽ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ നമ്മുടെ തരുണിന്റെ അമ്മയോടുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മകളെയും കൂട്ടി ഗൗരിമോളെയും കൂട്ടി നമ്മുടെ വേദ പിറ്റേ ദിവസം നമ്മുടെ മാഷിന്റെ ഒക്കെ ആ പഴയ വീട്ടിലോട്ട് ചെല്ലുകയാണ്. പക്ഷെ അവിടെയൊക്കെ ആകെ മാറിപ്പോയി. ആ സ്ഥലമൊക്കെ വിറ്റായിരുന്നല്ലോ, അത് ഏതോ ഒരു വലിയ ആള് മേടിച്ച് അവിടെ വേറെ വീടൊക്കെ. അങ്ങനെ മോളെ കാണിക്കണം, ഇതൊക്കെ നമ്മുടെ തറവാടാണ്, ഇപ്പൊ ഈ വീടൊന്നും അല്ലായിരുന്നു, എന്നിട്ട് ഫോട്ടോയിലെ വീട് കാണിച്ചു കൊടുക്കുന്നത്, ഇതിപ്പോ വേറെ ആരോ മേടിച്ച് പുതുതായിട്ട് വീടൊക്കെ ഉണ്ടാക്കിയതാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാം കൊണ്ടും വേദയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതേ സമയം നമ്മുടെ തരുൺ വീട്ടിൽ വന്നപ്പോ നമ്മുടെ തരുണിന്റെ അമ്മ പറഞ്ഞു, ഇങ്ങനെ മോളെയും കൂട്ടി വേദ പുറത്തു പോയിരിക്കുന്നു. എന്തിനാ അമ്മ അവളെ ഒറ്റയ്ക്ക് വിട്ടത്? ഒന്നാമത് അവൾക്ക് ചുറ്റിനും ശത്രുക്കളാ, പിന്നെ എന്തിനാ മോളെയും കൂടെ അതിന്റെ ഇടയിൽ അമ്മ വിട്ട് എന്തിനാന്ന് പറഞ്ഞ് തരുൺ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. നമ്മുടെ വേദ ഏകദേശം 6 മണിയോട് തന്നെ ഇങ്ങ് തിരിച്ചെത്തേണ് കേട്ടോ വീട്ടിലോട്ട്. അപ്പോഴേക്കും നമ്മുടെ തരുണിന്റെ അമ്മ പറഞ്ഞത്, മോളുടെ മുമ്പിൽ വെച്ച് നീ അവളുടെ അടുത്തോ അല്ലെങ്കിൽ അവളും നീയും തമ്മിൽ ദേഷ്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല, അത് വളരെ നിർബന്ധമാണെന്നുള്ളത് തരുണിന്റെ അമ്മ പറയും. അങ്ങനെ നമ്മുടെ തരുൺ വേഗം ചെന്ന് മോളെ പെട്ടെന്ന് എടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ട് മോള് ഫ്രഷ് ആയിട്ട് വാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വേദയായിട്ട് തരുൺ ആദ്യമായിട്ട് ഇച്ചിരി ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കണം. എന്തിനാ ഒറ്റയ്ക്ക് മോളെ കൊണ്ടുപോയത്, ഇത് ഇനി മേലിൽ ആവർത്തിക്കരുതെന്ന് പറയാം, എന്റെ മോളെയും കൂടെ അപകടത്തിൽപ്പെടുത്താൻ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ തരുണിന്റെ മാത്രം മോളാണോ എന്ന് വേദ അപ്പൊ ചോദിക്കുക. പിന്നെ എന്റെ മാത്രമല്ലേ, നീ പ്രസവിച്ചല്ലോ, നീ വളർത്തി എന്ന് കരുതിയിട്ട് പൂർണ്ണ ഉത്തരവാദിത്വം നിനക്ക് തരാൻ പറ്റില്ലല്ലോ, അമ്മ എന്ന് വിളിക്കണു എന്നുള്ളത് ശരിയാണ്. അപ്പോഴേക്കും വേദ ഷൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങണത് നമ്മുടെ തരുണിന്റെ അമ്മ ഇടപെട്ടിട്ട് മാറ്റി വേദേനെ വിടുന്നുണ്ട്, അതുപോലെ തരുണിനെ വിടുന്നുണ്ട്. നിങ്ങൾ എന്താ ഈ സംസാരിക്കണേ, കുഞ്ഞിതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ള രീതിയിൽ അവര് സംസാരിക്കണം. അപ്പൊ ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ വേദ പെട്ടെന്ന് അകത്ത് കയറി പോകുമ്പോ തരുണിന്റെ അമ്മ തരുണിനോട് പറയുന്നുണ്ട്, നിനക്ക് ഇപ്പൊ നിന്റെ മോളെ ഒറ്റയ്ക്ക് വളർത്താം എന്നുള്ള ഒരു ഇത് എത്തിക്കഴിഞ്ഞപ്പോ നിനക്ക് അവള് വേണ്ടല്ലേ, ഒരു അമ്മയുടെ സ്നേഹം ഒരു നെഞ്ചോട് ചേർത്തും ഒരു മുലപ്പാല് നൽകി ഒരു അമ്മ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് വളർത്തിക്കൊണ്ട് നമ്മളെ മോളെ ഇത്ര എത്തിച്ചതാ. അപ്പൊ ഈ അവസാന നിമിഷത്തിൽ നീ അവളോട് സംസാരിക്കുന്ന രീതി ശരിയായ ഒരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തരുണിന്റെ അമ്മ തരുണിന് വഴക്കു പറയണ. അപ്പൊ തരുണിനൊരു ചെറിയ ബുദ്ധിമുട്ടായി. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ദേഷ്യപ്പെടേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു എന്നുള്ളത് തരുണിനും തോന്നുകയാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ വിക്രമും നമ്മുടെ മാഷും കൂടെ ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് മാറുകയാണ്. വിശ്വത്തിനും ശ്രീജയ്ക്കും അപ്പുവിനും ഒക്കെ ഭയങ്കര വിഷമമായിരുന്നു. എങ്കിലും അവരുടെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് വിക്രം ഇങ്ങനെ ഒരു ചേഞ്ച് ചെയ്തത്. അങ്ങനെ അവർ പുതിയൊരു വീട്ടിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു വീട് തന്നെ 2 പോർഷനായിട്ടുണ്ട്. അപ്പൊ ആ ഒരു പോർഷനിൽ ഒരു പക്വതയുള്ള ഒരാളും ഒരു മകളുമാണ് താമസിക്കുന്നത്, ബാക്കി പോർഷനിലാണ് ഇവര് താമസിക്കുന്നത്. അങ്ങനെ അവര് പരിചയപ്പെടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ആ പെൺകുട്ടിയെ പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ അവരവിടെ താമസം തുടങ്ങിയാണ്. അങ്ങനെ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടില് അത്യാവശ്യം ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ബാക്കി സാധനങ്ങള് പുറത്തുനിന്ന് മേടിക്കുക എന്നുള്ള രീതിയിൽ വിക്രമും അതുപോലെ മാഷും അങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറണം. അപ്പൊ ആ വാടക വീട്ടിലെ പെൺകുട്ടിക്ക് വിക്രത്തെ അറിയാം. കാരണം പത്രങ്ങളിലും മറ്റുമൊക്കെ കണ്ട് ഒരു പരിചയം ഉള്ളത് കൊണ്ടായിരിക്കാം, അവരെ നല്ല പരിചയമുണ്ട്. ആ ഒരു ഇതില് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ വിക്രമ ആ പെൺകുട്ടിയായിട്ട് പരിചയപ്പെടുന്നുണ്ട്. അപ്പം അവള് നല്ല മിടുക്കിയാണ്. അവളെ പേര് ആത്മജ എന്നാണ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വിക്രത്തിനും മാഷിനും ഒക്കെ കഴിക്കാനായിട്ടൊക്കെ ആ കുട്ടി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ആൻഡ്രൂസ് നമ്മുടെ വിക്രത്തിനെ ഒന്ന് വിളിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ തരുൺ ഒരു ബോഡി ഗാർഡ്, അതായത് മകളെ നോക്കാനായിട്ടുള്ള ഒരു ബോഡി ഗാർഡിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് പോസ്റ്റിലോട്ട് നമ്മുടെ വിക്രത്തെ സെലക്ട് ചെയ്യാണ് നമ്മുടെ ആൻഡ്രൂസ്. കാരണം എല്ലാം കൊണ്ടും സൽസ്വഭാവവും സത്യസന്ധതയും എല്ലാം കൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരാളാണ്, വിദ്യാഭ്യാസവും എല്ലാം ഉള്ള ഒരാൾ തന്നെയാണ്. അങ്ങനെ വിക്രത്തിനെ വിളിച്ച് ആൻഡ്രൂസ് ഈ കാര്യം പരസ്പരം
കൂടെ അവര് സംസാരിക്കുമ്പോൾ വിക്രം ആദ്യം അത്ര ഒരു ഇതാക്കില്ല. വിക്രം വിചാരിച്ചു വേറെ എന്തെങ്കിലും ജോലി ആയിരിക്കും സാറ് റെഡിയാക്കിയിട്ടുള്ളത്. എന്നാലും ഇതൊരു കുട്ടിയെ നോക്കാനായിട്ട്, മോളെ നോക്കാനായിട്ടാണ്, മനസ്സിന് സന്തോഷമുള്ള ഒരിതാണ്. അത് മാത്രമല്ല വിക്രം, ഞാൻ ഇതിൽ കണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സബ് കളക്ടറാണ് അയാളുടെ കുട്ടിയുടെ അമ്മ. അച്ഛൻ ഡിവൈഎസ്പി. നമുക്ക് ഭാവിയിൽ പല കാര്യങ്ങൾക്ക് നിനക്കൊരു സപ്പോർട്ടായിട്ട് അവർ ചിലപ്പോൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഒരു ജോലി നല്ലതാണ് എന്നുള്ള തീരുമാനത്തിലാണ് ആൻഡ്രൂ സാറ് വിക്രത്തിനോട് സംസാരിക്കുന്നത്. അങ്ങനെ വിക്രം ആ ഒരു ജോലിക്ക് തയ്യാറാവുന്നുണ്ട്. വിക്രം ഓക്കെ പറയണം. കാരണം ആൻഡ്രൂ സാർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിക്രത്തിന് എതിർത്ത് പറയാൻ പിന്നെ പറ്റില്ല. കാരണം വിക്രം എതിർക്കില്ല. അങ്ങനെ നമ്മുടെ വിക്രം വീട്ടിൽ വരെയാണ്. വീട്ടിൽ വന്നിട്ട് നമ്മുടെ സുധാകരൻ മാഷിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് വേറൊന്നുമല്ല, ഇങ്ങനെ എനിക്കൊരു ജോലി കിട്ടിയെന്നും സത്യം പറഞ്ഞാൽ ഒരു കുട്ടിയെ നോക്കുക എന്നത് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. പക്ഷെ അതല്ല, ഫുൾ ബോഡി ഗാർഡായിട്ട് രാവിലെയും രാത്രിയും പകലും ഒക്കെ എല്ലാ കാര്യത്തിനും മോളുമായിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മുടെ വിക്രം ഇനി ജോലിക്ക് പോകാനായിട്ട് പോകുന്നത്. അപ്പം ഇത് കേട്ട മാഷിന് ആ ജോലി അത്ര ഒരു ഇതായില്ല സുധാകരൻ മാഷിന്. അപ്പൊ സുധാകരൻ മാഷ് പറഞ്ഞു വേറെ എന്തെങ്കിലും ജോലി പോരായിരുന്നോ? കാര്യം മറ്റൊന്നുമല്ല, വിക്രം വിദ്യാഭ്യാസവും കൂടെ കുറച്ച് ജയിലിൽ കിടന്ന സമയത്ത് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നേടിയതാണല്ലോ. അപ്പൊ കുറച്ചും കൂടെ നല്ലൊരു ജോലി നമ്മുടെ വിക്രത്തിന് കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ നമ്മുടെ ഗൗരിമോളെ നോക്കാനുള്ള ആ ഒരു ചുമതല നമ്മുടെ വിക്രം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ തരുൺ വീട്ടിൽ പറയുന്നുണ്ട് മോളെ കാര്യങ്ങൾ നോക്കാനായിട്ട്. കാരണം ഇവരിവിടെ ഉണ്ടാവത്തില്ലല്ലോ അച്ഛനും അമ്മയും. അതുകൊണ്ട് മോളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു ബോഡി ഗാർഡ് ഞാൻ തയ്യാറാക്കുകയാണ്, റെഡിയാക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബോഡി ഗാർഡായിട്ട് വരുന്നത് നമ്മുടെ വിക്രം സുധാകരനാണ് എന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന സത്യം നമ്മുടെ വേദ അറിയുന്നത് ആ ഒരു കൂടിക്കാഴ്ചയിലാണ്. കാരണം ഇത്രയും നാള് മുഖാമുഖം കാണാണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വിധി കൊണ്ട് എത്തിച്ചത് അതൊരു വല്ലാത്ത മിറാക്കിൾ തന്നെയാണ് വേദയുടെയും മോളുടെയും ജീവിതത്തില്. അങ്ങനെ സ്വന്തം മകളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ വിക്രമിന്റെ പിന്നെ കുഞ്ഞിന് ബോഡി ഗാർഡായിട്ട് വരുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാണാല്ലേ, ഇനി നമ്മുടെ വേദയും വിക്രമും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ച അടുത്ത എപ്പിസോഡിലായിട്ട് കാണാം. അപ്പൊ അങ്ങനെ നമ്മുടെ തരുണിന്റെ അമ്മ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മനസ്സിൽ വെച്ചേക്കുന്ന പോലെയാണ്. കാരണം വേദയെ കൊണ്ട് വിക്രത്തിലോട്ട് കൂടുതൽ അടുപ്പിക്കാണ്ട് ഗൗരിമോളും തരുണും ഒരു ഫാമിലി ആയിട്ട് ജീവിക്കാനുള്ള തീരുമാനമാണ് നമ്മുടെ പിന്നെ തരുണിന്റെ അമ്മ കൂടുതലും നോക്കുന്നുണ്ടോ. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ്. കാരണം തരുണിന്റെ അമ്മ പറയുന്നുണ്ട് വേദയുടെ അടുത്ത്, അതായത് ഇപ്പൊ വിക്രത്തിന്റെ അടുത്ത് പറയണിത് നമ്മുടെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ അയാൾ കേസിന് പോവായിരിക്കും. DNA മറ്റു കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞാണെന്ന് തെളിയിക്കും. പക്ഷെ അപ്പോഴേ ജയിലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ദിവസം പിന്നെ വിക്രത്തിന്റെ കൂടെ കുട്ടി, പിന്നെ ഇത്ര ദിവസം വേദയുടെ കൂടെ. അതെന്തിനാ അങ്ങനെ? പിന്നെ അത് മാത്രമല്ല തരുണിന്റെ മാനസികാവസ്ഥ എന്താകുമെന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മളൊരു റിസ്ക് ഏറ്റെടുക്കേണ്ടി തന്നെ വരും. വിധിയുടെ ഒരു വിളയാട്ടം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. നമ്മുടെ ഗൗരിമോളുടെ സ്വന്തം അച്ഛൻ തന്നെ ബോഡി ഗാർഡായിട്ട് നമ്മളെ ഗൗരിമോളെ നോക്കാനായിട്ട് വരുന്നതും അല്ലെ, എല്ലാം കൊണ്ടും നമ്മുടെ പവിത്രം നല്ല അടിപൊളിയായിട്ട് പോവുകയാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ടും ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.